എല്ലാവർക്കും നമസ്കാരം. മറന്നുപോയ സത്യം എന്നൊരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിലെ ചില വാദങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വിവാദപരമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. എന്താണ് ഈ ജീവിതത്തിൻ്റെയൊക്കെ ഒരു അർത്ഥം? രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, ദിവസം തീരാനായി കാത്തിരിക്കുന്നു, പിന്നെ TV കാണുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും ഇതുതന്നെ ആവർത്തിക്കുന്നു, അല്ലേ? ഈ ഒരു ചക്രത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? ഈ ഒരു ചോദ്യമാണ് പുസ്തകം ആദ്യം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. മതങ്ങളിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് സ്ഥാപിക്കാൻ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ ഉദാഹരണം ഇതാണ്. വത്തിക്കാനെപ്പറ്റിയൊന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്ന്, അല്ലേ? കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. പക്ഷെ അതേസമയം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ പട്ടിണി കിടക്കുന്നു. അപ്പോൾ ഈയൊരു വൈരുദ്ധ്യം, അതായത് മതസ്ഥാപനങ്ങളുടെ ഭീമമായ സമ്പത്തും അവരുടെ അനുയായികളുടെ ദാരിദ്ര്യവും തമ്മിലുള്ള ഈ വലിയൊരു ഗ്യാപ്പ്, അതാണ് പുസ്തകം ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഇനി ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ചില ഫത്വകളെക്കുറിച്ചും പുസ്തകം സംസാരിക്കുന്നുണ്ട്. സ്ത്രീകൾ കസേരയിലിരിക്കരുത് എന്നൊക്കെ പറയുന്ന ചില വിചിത്രമായ നിയമങ്ങൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതെന്താണെന്ന്. ഇത്തരം കാര്യങ്ങൾ മതത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്നുവെന്നും ഇത് ആളുകളിൽ ഒരുതരം വിശ്വാസ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നുമാണ് പുസ്തകത്തിന്റെ വാദം. ശരി, അപ്പോൾ ഇവിടെയാണ് പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദത്തിലേക്ക് നമ്മൾ വരുന്നത്. മതങ്ങളിലെ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം അംഗീകരിക്കണം. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച ചരിത്രം ഒരുപക്ഷെ പൂർണ്ണമായും ശരിയായിരിക്കില്ല. ചരിത്രം തന്നെ അവിശ്വസനീയമാണെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അതായത് അധികാരത്തിലിരിക്കുന്നവർക്ക് എപ്പോഴും ചരിത്രം മാറ്റി എഴുതാൻ കഴിയും. അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയോ അല്ലെങ്കിൽ അവർക്ക് ഭീഷണിയാവുന്ന ആശയങ്ങളെയോ ചരിത്രത്തിൽ നിന്ന് തന്നെ അങ്ങ് മായ്ച്ചു കളയും. ഇത് പണ്ടുമുതലേ നടന്നുവരുന്ന ഒരു കാര്യമാണ്. ഇനി ഇതേ കാര്യം മതങ്ങളുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ചരിത്രം എങ്ങനെയാണ് മായ്ച്ചു കളയുന്നത് എന്നതിന് പുസ്തകം ഒരു ക്ലാസിക് ഉദാഹരണം തരുന്നുണ്ട്. പുരാതന റോമിൽ ഡാംനാഷ്യോ മെമ്മോറിയ എന്നൊരു പരിപാടിയുണ്ടായിരുന്നു. അതായത് ഭരണാധികാരികൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമുണ്ടെങ്കിൽ അവരുടെ ഓർമ്മ തന്നെ ഭൂമിയിൽ നിന്നില്ലാതാക്കും. അവരുടെ പ്രതിമകളിലെ മുഖം ചെത്തിക്കളയും, രേഖകളിൽ നിന്ന് പേര് വെട്ടിക്കളയും. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നേയില്ല എന്ന് വരുത്തി തീർക്കും. അപ്പോൾ ഈ ചരിത്രം തിരുത്തിയെഴുതുന്ന പരിപാടി എങ്ങനെയാണ് മതങ്ങളുമായി ബന്ധപ്പെടുന്നത്? നോക്കൂ, മോശ, യേശു, മുഹമ്മദ് നബി ഇവരൊക്കെ അവരുടെ കാലത്തെ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്ത വിപ്ലവകാരികളായിരുന്നു. അവരുടെ ആശയങ്ങൾ അന്നത്തെ ഭരണാധികാരികൾക്ക് വലിയൊരു തലവേദനയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഭീഷണി തന്നെയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ കേസ് സ്റ്റഡിയിലേക്ക് കടക്കാം. ക്രിസ്തുമതം. ഈ പറയുന്ന ചരിത്രത്തിലെ തിരുത്തിയെഴുത്തുകൾ ക്രിസ്തുമതത്തിന്റെ തുടക്കത്തിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പുസ്തകം വിശദീകരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പുസ്തകം യേശുവിന്റെ തന്നെ വാക്കുകളാണ് ഉദ്ധരിക്കുന്നത്. യഹൂദ നിയമങ്ങളെപ്പറ്റി യേശു എന്താണ് പറഞ്ഞതെന്ന് നോക്കൂ. നിയമത്തെ ഇല്ലാതാക്കാനല്ല, അത് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് വളരെ വ്യക്തമാണ്, അല്ലേ? പക്ഷേ ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത്. പുസ്തകം പറയുന്നത് യേശു പഠിപ്പിച്ച കാര്യങ്ങളും പിന്നീട് വന്ന പൗലോസ് പഠിപ്പിച്ച കാര്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ്. ക്രിസ്തുമതത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് മാറ്റിയത് പൗലോസാണെന്ന് പുസ്തകം ശക്തമായി വാദിക്കുന്നു. നിങ്ങൾ നോക്കൂ, മോശയുടെ നിയമത്തിന്റെ കാര്യത്തിലായാലും പണം വാങ്ങുന്ന കാര്യത്തിലായാലും ഭരണാധികാരികളോടുള്ള സമീപനത്തിലായാലും രണ്ടുപേരും പറയുന്നത് നേർവിപരീതമായ കാര്യങ്ങളാണ്. ഇനി വേറൊരു കാര്യം, ക്രിസ്തുമതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ പല വിശ്വാസങ്ങളും, ഉദാഹരണത്തിന് ത്രിത്വം, അതൊന്നും യേശു പഠിപ്പിച്ചതല്ല. മറിച്ച് യേശുവിന് ശേഷം നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് കുറേ മനുഷ്യർ ഒരുമിച്ചിരുന്ന് കമ്മിറ്റികളിൽ തീരുമാനിച്ചതാണെന്നാണ് പുസ്തകം പറയുന്നത്. AD 325 നിഖ്യാ സുന്നഹദോസിലാണ് ത്രിത്വം പോലൊരാശയം ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് തന്നെ. അപ്പോൾ ക്രിസ്തുമതത്തിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഇസ്ലാമാണ്. മുഹമ്മദ് നബിയുടെ മരണശേഷവും ഏകദേശം ഇതേപോലൊരു അട്ടിമറി നടന്നുവെന്നാണ് പുസ്തകം പറയുന്നത്. ഇവിടെ വളരെ നാടകീയമായൊരു സംഭവമാണ് പുസ്തകം എടുത്തു കാണിക്കുന്നത്. മുഹമ്മദ് നബി മരണക്കിടക്കയിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എഴുതാൻ ആവശ്യപ്പെട്ടു. ഇതെഴുതിയാൽ നിങ്ങൾ പിന്നീട് വഴിതെറ്റിപ്പോവില്ല എന്ന് ഉറപ്പു നൽകിയ ഒരു പ്രസ്താവന. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ഉമർ അത് തടഞ്ഞുവെന്നാണ് പുസ്തകം പറയുന്നത്. അതുകൊണ്ട് സംഭവിച്ചതെന്താണ്? പുസ്തകം പറയുന്നതനുസരിച്ച് പ്രവാചകൻ ഉദ്ദേശിച്ച പിൻഗാമികൾക്ക് അധികാരം കിട്ടിയില്ല. പകരം അദ്ദേഹത്തിന്റെ ചില സഹചാരികൾ സ്വയം അധികാരമേറ്റെടുത്തു. പ്രവാചകന്റെ കുടുംബത്തിന്, അതായത് അഹ്ലുൽ ബൈത്തിന് കിട്ടേണ്ടിയിരുന്ന നേതൃത്വവും അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമയ്ക്ക് കിട്ടേണ്ടിയിരുന്ന അനന്തരാവകാശവും അവർ നിഷേധിച്ചു. ഇത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വലിയൊരു പിളർപ്പിന് കാരണമായി. ഇനി ഇതിലും ഗൗരവമുള്ളൊരു വാദം പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഖുർആനിൽ പോലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്.
മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ അന്ന് നിലവിലുണ്ടായിരുന്ന ഖുർആന്റെ പല പതിപ്പുകളും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പതിപ്പുമായി യോജിക്കുന്നില്ല എന്ന കാരണത്താൽ കത്തിച്ചു കളഞ്ഞു അത്രേ. ഈ സെന കയ്യെഴുത്തുപ്രതി പോലെയുള്ള പുരാതന കോപ്പികളിൽ ഇന്നത്തെ ഖുർആനുമായി ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെന്നും പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുമതത്തെയും ഇസ്ലാമിനെയും പറ്റി സംസാരിച്ചു. പക്ഷേ പുസ്തകം പറയുന്നത് ഈയൊരു പാറ്റേൺ, ഈയൊരു അട്ടിമറി ഈ മതങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ്. ഇത് ഒരു സാർവത്രിക പ്രതിഭാസമാണത്രേ. മറ്റു മതങ്ങളിലും ഇത് കാണാമെന്നാണ് വാദം. ഉദാഹരണത്തിന് യഹൂദമതത്തിൽ തോറയിൽ തന്നെ പറയുന്നുണ്ട് ഇസ്രായേലിയർ അവരുടെ പ്രവാചകന്മാരെ അനുസരിക്കാതെ മറ്റ് ദൈവങ്ങളെ ആരാധിച്ചിരുന്നുവെന്ന്. ഇനി ബുദ്ധമതത്തിലേക്ക് വന്നാലോ, ബുദ്ധൻ മരിച്ചതിനുശേഷം അദ്ദേഹം തെരഞ്ഞെടുത്ത പിൻഗാമിയായ ആനന്ദനെ മാറ്റി നിർത്തിയിട്ട് മറ്റു സന്യാസിമാരാണ് മതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ എവിടെയൊക്കെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അദ്ദേഹത്തിനു ശേഷം ആ സന്ദേശം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ശരി, അപ്പോൾ ഇവിടുത്തെ പ്രധാന ചോദ്യം ഇതാണ്: എല്ലാ മതങ്ങളുടെയും യഥാർത്ഥ സന്ദേശം പിന്നീട് വന്നവർ മാറ്റിമറിച്ചെങ്കിൽ എന്തായിരുന്നു ആ യഥാർത്ഥ ഒറിജിനൽ സന്ദേശം? ഈ മതങ്ങളെയെല്ലാം ഒന്നിപ്പിച്ചിരുന്ന, എന്നാൽ നമ്മളെല്ലാം മറന്നുപോയ ആ സത്യമെന്താണ്? പുസ്തകം അതിന്റെ ഉത്തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. പുസ്തകം പറയുന്ന ആ മറന്നുപോയ സത്യം പുനർജന്മമെന്ന ആശയമാണ്. അതായത് ആത്മാവ് പുതിയ ശരീരങ്ങളിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്നത്. നമുക്കറിയാം, ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലുമൊക്കെ ഇത് പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. പക്ഷേ മറ്റു മതങ്ങളുടെ കാര്യമോ? ഇവിടെയാണ് പുസ്തകം നമ്മളെ ഞെട്ടിക്കുന്നത്. ആദ്യത്തെ തെളിവ് വരുന്നത് ബൈബിളിൽ നിന്ന് തന്നെയാണ്. യേശു സ്നാപക യോഹന്നാനെപ്പറ്റി പറയുന്നുണ്ട്, നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ വരാനിരിക്കുന്ന ഏലിയാവ് അവനാകുന്നുവെന്ന്. ഇത് പുനർജന്മത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു സൂചനയല്ലേ എന്നാണ് പുസ്തകം ചോദിക്കുന്നത്. ഇനി യഹൂദമതത്തിലേക്ക് നോക്കാം. അവിടുത്തെ കബാല പാരമ്പര്യത്തിൽ ഗിൽഗുൽ എന്നൊരാശയമുണ്ട്. അതും ഈ പുനർജന്മം തന്നെയാണ്. പ്രവാചകനായ ജോസഫ് ഹാനോക്കിന്റെ പുനർജന്മമായിരുന്നു എന്ന് അവരുടെ പണ്ഡിതനായ റബ്ബി ഐസക് ലൂറിയ എഴുതിയിട്ടുണ്ടെന്നും പുസ്തകം പറയുന്നു. അവസാനമായി ഇസ്ലാമിലെ ഷിയ പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയും പുസ്തകം നൽകുന്നു. ഇമാം അൽ സാദിഖ് പറയുന്നൊരു വാചകമുണ്ട്. അതായത് എല്ലാ പ്രവാചകന്മാരും അവസാനം അലീബിന് അബി താലിബിനോടൊപ്പം യുദ്ധം ചെയ്യാനായി ഈ ലോകത്തേക്ക് തിരികെ വരും എന്ന്. ഇതും പുനർജന്മം എന്ന ആശയത്തിലേക്ക് തന്നെയല്ലേ വിരൽ ചൂണ്ടുന്നത്? അപ്പോൾ പുസ്തകം നമ്മളോട് അവസാനമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും. ഈ പുനർജന്മം എന്ന പൊതുവായ സത്യം നമ്മളെല്ലാവരും മറന്നുപോയെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ അറിയാതെ പോയത്? നമ്മൾ പഠിച്ച മതവും ചരിത്രവുമൊന്നും ഒരുപക്ഷെ മുഴുവൻ സത്യമല്ലെങ്കിൽ പിന്നെന്താണ് സത്യം?